Xylem Learning Amrita Miss ആണ്. അപ്പോൾ മക്കളെ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് സിമ്പിൾ ഇക്വേഷൻ. അത്ര സിമ്പിൾ അല്ലെങ്കിൽ കൂടി നമുക്കൊന്ന് സിമ്പിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. മക്കളെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 3 മെത്തേഡുകളാണ് ഈ ചാപ്റ്ററിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത്. ഈ 3 മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് ബാലൻസിങ് മെത്തേഡ്, മൂന്നാമത്തത് ട്രാൻസ്പോസിങ് മെത്തേഡ്. ഈ 3 മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കും, മിസ്സേ എന്താണ് ഈ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്? ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ, എങ്ങനെയാണ് ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ കണ്ടതാണ്. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ഇതിന് മുമ്പുള്ള നമ്മളുടെ വീഡിയോ ഒന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇക്വേഷൻ എന്നുള്ള കാര്യം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം. മക്കളെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിലിരിക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ ഇക്വേഷൻ്റെ രൂപം ഒന്നും മാറാതെ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് ആണെങ്കിൽ എക്സ്, വൈ ആണെങ്കിൽ വൈ. ഈ വൈക്ക് അല്ലെങ്കിൽ ഈ എക്സിന് പറ്റുന്ന നമ്പർ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് സോൾവിങ് എന്ന് പറയുന്നത്. എക്സ് ഈക്വൽ ടു ഡാഷ് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു ഡാഷ്. ഇതാണ് നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, സോൾവിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് നോക്കാം, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ നടക്കാൻ തുടങ്ങുന്ന പോലെയാണ്. എങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിൽ നടക്കാൻ തുടങ്ങുക? ഒരു സുപ്രഭാതത്തിൽ അമ്മ വന്ന് നോക്കുമ്പോൾ നമ്മൾ എണീറ്റ് ഓടുന്നതാണ് കാണുന്നത്. അങ്ങനെയാണോ? അല്ല. നമ്മൾ എന്ത് ചെയ്യും? പിടിച്ച് കുഞ്ഞു മക്കളെയൊക്കെ നിങ്ങൾ കാണാറില്ലേ? എണീറ്റ് നിൽക്കാൻ നോക്കും, വീഴും. പിന്നെ എണീറ്റ് നിൽക്കും, വീഴും. അങ്ങനെ കുറേ പ്രാവശ്യം എണീറ്റ് വീണ് പിന്നെയാണ് അവർ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? നടക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അതുപോലെയാണ് ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോൾ ഈ എന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ വാല്യൂ എന്താണ്, അതായത് പിയുടെ വാല്യൂ എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. പി ഈക്വൽ ടു വാട്ട്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ പിക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഇന്ന വാല്യൂ ഒന്നുമില്ല, നിങ്ങൾക്ക് നമ്പർ കൊടുക്കാം, ഫ്രാക്ഷൻ കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, മിസ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. പിക്ക് മിസ് എന്ത് ചെയ്യാണ്? 0 എന്ന് വാല്യൂ കൊടുക്കുകയാണ്. മിസ്സിന് ഇഷ്ടമുള്ളത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പിക്ക് ഞാൻ എന്ത് ചെയ്യാണ്? 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുവാണ്. കൊടുത്തൂടെ? ഓക്കെ, മിസ് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഈ 0 എന്ന് പറയുന്നത് ഇയാളുടെ മേൽ കൊടുക്കണം. 5 × 0 + 2 എത്രയാ? 2 എന്നാണ് കിട്ടിയത്. 17 കിട്ടിയോ? കിട്ടിയില്ല. അപ്പോൾ ഇതല്ല പിയുടെ വാല്യൂ എന്ന് മനസ്സിലായി. ഇനി മിസ് എന്ത് ചെയ്യണം? പിക്ക് വേറൊരു വാല്യൂ കൊടുക്കാം. 1 കൊടുത്തു നോക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാമല്ലോ. 1 കൊടുത്തു. 5 × 1 പിക്ക് പകരം 1 കൊടുക്കാം. +2 എത്രയാണ്? 5 + 2 7 ആണ്. 17 അല്ല. ഇതും അല്ല. ഓക്കെ, അപ്പോൾ 2 എണ്ണം കൊടുത്തു, കിട്ടിയില്ല. ഇനി മിസ് എന്ത് ചെയ്യണം? പി ഈക്വൽ ടു വേറെ കൊടുക്കാം അല്ലേ? 3 കൊടുത്തു നോക്കിയാലോ? 5 × 3 + 2. 5 × 3 എത്രയാ? 15 + 2 എത്രയാ? 17. എടാ കിട്ടി. അപ്പോൾ എത്രയാ പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, 3 ആണ് പിയുടെ വാല്യൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ്സേ ഇതിപ്പോൾ 3 ആയതുകൊണ്ടല്ലേ, വേറെ നമ്പർ ആണെങ്കിലോ? നിങ്ങൾക്ക് എപ്പോഴാണോ ആൻസർ കിട്ടുന്നത് അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ട്രൈ എറർ. അങ്ങനെയാണ് ഇതിൻ്റെ പേര് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞത്. ഓരോ പ്രാവശ്യം ട്രൈ ചെയ്യും, തെറ്റിപ്പോവും, പിന്നെയും ട്രൈ ചെയ്യും, തെറ്റിപ്പോവും. ഇതിനെയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക. 3m - 14 = 4. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ആദ്യം മിസ് എമ്മിന് 2 എന്ന് കൊടുത്തു നോക്കാം. വെറുതെ ഒരു രസത്തിന് 2 കൊടുത്തു. അപ്പോൾ എന്ത് വരും? 3 × 2 - 14 എത്രയാടാ? 6 - 14. അയ്യോ, -8 എന്ന് വരും അല്ലേ? കിട്ടിയില്ല. അപ്പോൾ ഇതല്ല. ഇനി മിസ് എന്ത് ചെയ്യാണ്? എമ്മിന് എത്ര കൊടുക്കൂടാ? ഒരു 6 കൊടുത്താലോ? എമ്മിന് 6 കൊടുത്തു നോക്കിയാലോ? നമുക്ക് 6 കൊടുത്തു നോക്കാം വെറുതെ. അപ്പോൾ എന്ത് ചെയ്യാം? 3 × 6 - 14
3 into 6 എത്രയാ 18 minus 14 എടാ കിട്ടി 4. അപ്പോൾ 6 m equal to 6 ആണ് നമ്മളുടെ വാല്യൂ. m equal to 6 എന്ന് പറയുന്നതാണ് നമ്മളുടെ വാല്യൂ. ശരിയല്ലേ? കിട്ടി. അപ്പോൾ ഇതാണ് മക്കളെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡ് നോക്കാം, ബാലൻസിങ് മെത്തേഡ്. എന്താണ് ബാലൻസിങ് മെത്തേഡ്? നിങ്ങൾ ഈ വെയിങ് ബാലൻസ് ഒക്കെ കണ്ടിട്ടില്ലേ ഷോപ്പിലൊക്കെ പോകുമ്പോൾ? ഇപ്പം കാണാൻ സാധ്യതയില്ല, ഇപ്പം ഡിജിറ്റൽ അല്ലേ. പണ്ട് ഉള്ളിലൊക്കെ പോകുന്ന കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വേണ്ട, തുലാഭാരം തൂക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ സിനിമയിലൊക്കെ കാണാം തുലാഭാരം തൂക്കുന്നത്. ഒരു സൈഡിൽ നമ്മൾ കയറിയിരിക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നത്. ഈ സാധനമാണ് നമ്മൾ ഇങ്ങനത്തെ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ബാലൻസിങ് മെത്തേഡ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്യണം. ഇവിടെ നമ്മൾ 2 ആഡ് ചെയ്താൽ ഇവിടെയും 2 ആഡ് ചെയ്യണം. ഇവിടെ 1 മൈനസ് ചെയ്താൽ ഇവിടുന്ന് 1 മൈനസ് ചെയ്യണം. ഇവിടെ 3 ഇൻറ്റു ചെയ്താൽ ഇവിടെയും 3 ഇൻറ്റു ചെയ്യണം. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെയും ഡിവൈഡ് ചെയ്യണം. അതായത് സെയിം ഓപ്പറേഷൻസ് 2 സൈഡിലും ചെയ്യണം. ഏതിൻ്റെ 2 സൈഡിലും? അതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ. ഒരു ഇക്വേഷന് 2 സൈഡുകൾ ഉണ്ടടാ. ഇതാണ് അതിൻ്റെ LHSഉം ഇതാണ് അതിൻ്റെ RHSഉം. അതായത് ഈക്വൽ ടുവിൻ്റെ ഇപ്പറുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇപ്പറുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡും, LHSഉം RHSഉം. അപ്പോൾ ഇവിടെ കയറിയിരിക്കുന്നത് LHSഉം ഇവിടെ കയറിയിരിക്കുന്നത് RHSഉം ആണ്. ഓക്കെ, അതായത് ഈക്വൽ ടുവിൻ്റെ ഒരു സൈഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് തന്നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡും ചെയ്യണം. ഇതാണ് ഈ ബാലൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മക്കൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീനെ ഒറ്റയ്ക്കാക്കി എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും, നമ്മുടെ സോൾവ് ചെയ്യാൻ പറയും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാമെന്ന് മിസ് പറഞ്ഞുതരാം. നിങ്ങൾ എക്സസൈസ് എടുത്ത് നോക്കിയാൽ മതി. ഗീവ് ഫസ്റ്റ് സ്റ്റെപ്പ് യു വിൽ യൂസ് ടു സെപ്പറേറ്റ് ദ വേരിയബിൾ ദെൻ സോൾവ് ദ ഇക്വേഷൻ. സെപ്പറേറ്റ് ദ വേരിയബിൾ ആൻഡ് സോൾവ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസിങ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. സെപ്പറേറ്റ് ദ വേരിയബിൾ, സെപ്പറേറ്റ് ദ വേരിയബിളിനെ സെപ്പറേറ്റ് ആക്കി സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറയുന്നത് ബാലൻസിങ് മെത്തേഡാണ്. സെറ്റ് അല്ലേ? ചെയ്ത് നോക്കാം. ഇവിടെ x+3 എന്ന് പറയുന്നത് ഒരു വെയിങ് ബാലൻസിലും 8 എന്ന് പറയുന്നത് അപ്പുറത്തെ പാത്രത്തിലുമാണ് കയറിയിരിക്കുന്നത്. നമ്മുടെ വെയിങ് ബാലൻസിൽ ഒരു പാത്രത്തിൽ x+3യും മറ്റേ പാത്രത്തിൽ 8ഉം കയറിയിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സിനെ ഒറ്റയ്ക്കാക്കണം, എക്സിനെ ഒറ്റപ്പെടുത്തണം അല്ലേ. നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത്. ഫ്രണ്ട്സൊക്കെ പറയും മാറി നിൽക്ക് അല്ലേ, മാറി നിൽക്ക് എന്ന് പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തും. ഒരു പാട്ടാണ് വരുന്നത്, തൽക്കാലം പാടുന്നില്ല, മാറി നിൽക്കാൻ പറയാം അല്ലേ. ഇങ്ങനെ മാറ്റി നിർത്തുക, ആരെ? വേരിയബിളിനെ മാറ്റി നിർത്തുക. മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഇവിടെ എനിക്ക് ഈ വേരിയബിളിനെ ഒറ്റപ്പെടുത്തണം. എങ്ങനെ എനിക്ക് ഒറ്റപ്പെടുത്താൻ പറ്റുക? ഈ വേരിയബിളിനെ മിസ്സിന് ഒറ്റപ്പെടുത്തണം. എങ്ങനെ ഒറ്റപ്പെടുത്തും? എക്സിനെ ഒറ്റപ്പെടുത്തണം. അപ്പോൾ അവിടെ നിന്ന് ആര് പോകണം? എക്സിനെ മിസ്സിന് ഒറ്റപ്പെടുത്തണമെങ്കിൽ അവിടെ നിന്ന് ആര് പോകണം? ഈ 3 പോകണം. 3നെ ഒഴിവാക്കണം. 3നെ ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ഞാൻ -3 ചെയ്യണ്ടേ? അപ്പോഴല്ലേ 3 പോകത്തുള്ളൂ. 3യിൽ നിന്ന് 3 കുറച്ചാൽ 3 പോയി. അപ്പോൾ ഞാനിവിടെ -3 ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിലും എന്ത് ചെയ്യണം? -3. എന്താണോ ഇവിടെ ചെയ്യുന്നത് അത് തന്നെ ഇപ്പുറവും ചെയ്യണം. അങ്ങനെ ഈ -3 രണ്ടാളും പോയി, ബൈ ബൈ. ബാക്കി ആരാളുള്ളത്? എക്സ് ഈക്വൽ ടു 8 - 3 എത്രയാടാ? 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ശരിയാണോ നോക്കാം. ശരിയാണോ നോക്കാൻ ഈ എക്സിൻ്റെ 5 കൊടുക്കുക. 5 + 3 എത്രയാടാ? 8 അല്ലേ? സെയിം അല്ലേ? ശരിയാണ്. ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 20/p = 40. അപ്പോൾ LHSഉം ഉണ്ട് RHSഉം ഉണ്ട്. ഇവിടെ ആരാണ്? 20p/3. ഇവിടെ ആരാണ്? 40. ആരെയാണ് ഇവിടെ ഒറ്റപ്പെടുത്തേണ്ടത്? പീനെ നമുക്ക് ഒറ്റപ്പെടുത്തണതാ. പി മാത്രമേ ഇവിടെ പാടുള്ളൂ, ബാക്കി ആരും ഇവിടെ കാണാൻ പാടില്ല. അപ്പോൾ പീനെ ഒഴിവാക്കണമെങ്കിൽ ആദ്യം ആരെ ഒഴിവാക്കണം? ആദ്യം നമ്മൾ ആരെടുത്ത് ഒഴിവാക്കണം? ഈ 3നെയാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത് അല്ലേ. ഈ 3നെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കണം. ഈ 3നെ ഇവിടെ ഒഴിവാക്കണമെങ്കിൽ ഒരു മുകളിലൊരു 3 ഉണ്ടായിരുന്നെങ്കിൽ ഈ 3യും കട്ടാക്കി കളയാമായിരുന്നു അല്ലേ. താഴത്തെ 3നെ ഒഴിവാക്കണമെങ്കിൽ മുകളിലൊരു 3 ഉണ്ടായാൽ മതി. ആ മുകളിലത്തെ 3നെ നമ്മൾ കൊടുത്തു. അതേപോലെ ഇവിടെയും കൊടുക്കുക. എന്ത് ചെയ്യുക? ഇവിടെയും ഒരു 3 ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഈ 3യും പോയി.
അവർ രണ്ടാളും പോയി. ബാക്കി ആരാ ഉള്ളത്? 20p ഈക്വൽ ടു 40 ഇൻറ്റു 3 എത്രയാ? 120. ഇനി ആരെ ഒഴിവാക്കണം? ഇനി നമുക്ക് ആരെ ഒഴിവാക്കേണ്ടത്? പി മാത്രമേ പാടുള്ളൂ. ആരെ ഒഴിവാക്കണം? 20 ഒഴിവാക്കണം. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? 20 ഒഴിവാക്കാൻ 20 എവിടെയായിരിക്കുന്നത്? ഇൻറ്റു മുകളിലാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ, അതായത് ഇതിൻ്റെ അടിയിൽ ഒരു 20 ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലേ, 20pയുടെ അടിയിൽ ഒരു 20 ഉണ്ടായിരുന്നുവെങ്കിൽ അവർ രണ്ടുപേരും കട്ട് ചെയ്ത് പോവില്ലായിരുന്നു. അതായത് ഡിവൈഡഡ് ബൈ 20. അതേപോലെ ഇവിടെയും ഡിവൈഡഡ് ബൈ 20. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ 20യും ഈ 20യും പോയി. പിന്നെ ആരാ ഉള്ളത്? ഈ 0യും പോയി. ബാക്കി വരും 12 ഡിവൈഡഡ് ബൈ 2 6. അതായത് പിയുടെ വാല്യൂ 6 എന്ന് വരും. റെഡി? പിയുടെ വാല്യൂ 6 എന്ന് വരും. ശരിയാണോ നോക്കാം. ശരിയാണോ നോക്കരുതാ, ഇവിടെ 6 കൊടുത്താൽ മതി. 20 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 3 എത്ര വരും? 20 ഇൻറ്റു 6 പറഞ്ഞാൽ 120 അല്ലേ? 120 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 40. ശരിയാണ്. ഇത് തന്നെയാണ് ഇവിടെ കിട്ടിയതും. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി അടുത്ത സെറ്റ് ഓഫ് ഇതെന്ന് പറയുന്നത് ട്രാൻസ്പോസിങ് മെത്തേഡാണ്. മക്കളെ, ഇതാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡും ബാലൻസിങ് മെത്തേഡും നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ ട്രാൻസ്പോസിങ് മെത്തേഡ് എന്ന് പറയുന്ന ആൾ. എങ്ങനെയാണെന്ന് മിസ് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിനെ ഒറ്റക്കാക്കണം. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ എന്ത് ചെയ്യണം? എടുത്ത് മാറ്റണം. ഇവിടെ നോക്കുക, ആദ്യം ഈ -2നെ എടുത്ത് മാറ്റണം. ഈ -2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇവിടെ -2 ഇൻറ്റു ആണ്. ഇതിനൊഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ -2 ചെയ്യും. ഇവിടെയും ഡിവൈഡഡ് ബൈ -2 ചെയ്യും. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ -2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. ഇവിടെ 2 അല്ലേ, -2 ഇൻറ്റു ആണ്. അത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും. അതിന് മക്കൾ ഇത് ആലോചിച്ച് വെക്കണം. ഈക്വൽ ടുവിൻ്റെ ഡിവിഷൻ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തേക്ക് പോകുമ്പം ഡിവിഷൻ ആകും. അഡിഷൻ പോകുമ്പോൾ സബ്ട്രാക്ഷൻ പോകുമ്പോൾ അഡിഷൻ. ഇത് മറന്നു പോകരുത്. ഇവിടെ നോക്കുക, -2 ഇൻറ്റു ആ. ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും. അതായത് x+3 ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ -2. ഇപ്പുറത്തേക്ക് പോയപ്പോൾ എന്തായി? -2 ആയി. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ എന്താ ചെയ്തേ? ഈ -2നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അത്ര മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായി? ഡിവൈഡഡ് ബൈ -2. എത്ര വരും ആൻസർ? ഇവിടെ നോക്കിയേ, x+3 അതന്നെ നിൽക്കട്ടെ, ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ -2 എത്രയാ? -4 എന്ന് വരും. 8 ഡിവൈഡഡ് ബൈ -2 എത്രയാണ്? -4 ആണ്. എടാ 8 ഡിവൈഡഡ് ബൈ 2 4 അല്ലേ? ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളെ എക്സ് ഇപ്പോഴും ഒറ്റയ്ക്കല്ല, കൂടെ ആരുണ്ട്? +3 ഉണ്ട്. ഈ +3നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോരണം. മിസ് എന്താ പറഞ്ഞേ? പ്ലസ് ആണെങ്കിൽ അത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസായി മാറും. മാറും. ഈ +3നെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -3 ആയിട്ട് മാറും. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? x ഈക്വൽ ടു -4 -3 പ്ലസ് ഇപ്പുറത്ത് വരുമ്പം മൈനസ് ആയി. ആൻസർ എന്ത് വരും? -7 എന്ന് വരും. x ഈക്വൽ ടു -7 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ 3 ചാപ്റ്റർ എന്ന് പറഞ്ഞ് മീൻസ് 3 മെത്തേഡുകൾ എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മക്കൾക്ക് ഇതിൽ മാത്രമല്ല, നിങ്ങൾക്ക് പഠിക്കുന്നതിൽ എന്തിലെങ്കിലും പുതിയ ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യുക? കമൻ്റായിട്ട് താഴെ പറയുക. അതിൻ്റെ വീഡിയോസായിട്ട് കറക്റ്റായിട്ട് മിസ്സുമാർ വരുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ വരുന്നത് മൊത്തം നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മാത്രമാണ്. റെഡി? So thank you students, thank you so much for your valuable time. Have a great day. Bye everyone.